Welcome to a new session. We'll be learning about degrees of comparison in this class. I believe that you are listening to all other classes, so this kind of continuation, but a new session. Now, what do you mean by degrees of comparison? നമ്മൾ പലപ്പോഴും താരതമ്യം ചെയ്തിട്ടാണ് പലതും മനസ്സിലാക്കുന്നത്. നമ്മൾ ഒരു വാക്ക് പഠിക്കുന്നത് പോലും, അല്ലെങ്കിൽ നമ്മൾ ചെറുപ്പത്തിൽ ചില കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് പോലും നമ്മുടെ ഉപബോധ മനസ്സിലേക്ക് ചില വാക്കുകൾ കയറിക്കൂടുന്നത് പോലും വി കമ്പയർ ഇറ്റ് ആൻഡ് ഐഡൻറ്റിഫൈ. നമ്മൾ മാങ്ങ കണ്ടും ഓറഞ്ച് കണ്ടിട്ടും പറയും ഓറഞ്ച് പോലെ അല്ല മാങ്ങയ്ക്ക് കുറച്ചും കൂടി വലുപ്പമുണ്ട്, അല്ലെങ്കിൽ ഓറഞ്ച് ഉരുണ്ടിട്ടാണ്. യു കമ്പയർ വിത്ത് വൺ തിങ് and the other, and then you identify the differences. That's how you understand a particular thing. You compare the quality, you compare the quantity, and you compare the manner. അതെങ്ങനെ ഇരിക്കുന്നു, അതിൻ്റെ ക്വാളിറ്റി എന്താണ്, ഗുണം എന്താണ്, അതിൻ്റെ അളവ് എന്താണ്, അത് എത്രമാത്രം വലിപ്പമുള്ളതാണ്, അല്ലെങ്കിൽ അതിൻ്റെ മാനർ, അതിൻ്റെ രൂപം ഒക്കെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, കമ്പയർ ചെയ്യാറുണ്ട്. So degrees of comparison indicates the change in the form of an adjective or adverb, right? നിങ്ങൾക്ക് ഓൾറെഡി അഡ്ജക്റ്റീവ് എന്താ അഡ്വേർബ് എന്താണെന്നറിയാം. നൗണിനെ വിശേഷിപ്പിക്കുന്നതിനെ നമ്മൾ അഡ്ജക്റ്റീവ് എന്ന് പറയുന്നു, വേർബിനെ ക്രിയയെ വിശേഷിപ്പിക്കുന്നവയെ അഡ്വേർബ് എന്ന് പറയുന്നു. ഈ വിശേഷണം കൊണ്ടിട്ടാണ് നമ്മളിത് വലുതാണോ ചെറുതാണോ, തിന്നാൻ നല്ലതാണോ അല്ലയോ, രുചിയുള്ളതാണോ മധുരമുള്ളതാണോ അല്ലയോ എന്നൊക്കെ തീരുമാനിക്കുന്നത്. Now, it denotes the greater or smaller degrees of quality, quantity or manner. There are mainly 3 degrees of comparison in English. They are positive degree, comparative degree and superlative degree. Now, എന്താ ഈ പോസിറ്റീവ് ഡിഗ്രി എന്ന് പറഞ്ഞാൽ നമുക്ക് ഓരോന്നായിട്ട് പോകാം. What do you mean by positive degree? Positive degree actually expresses the original quality of the object. You are not going to compare it with any other. നിങ്ങൾ ഒന്നിനോടും കമ്പയർ ചെയ്യുന്നില്ല. നിങ്ങൾ അതിൻ്റെ ക്വാളിറ്റി എന്താണ്, അതിൻ്റെ ക്വാണ്ടിറ്റി എന്താണ്, അല്ലെങ്കിൽ അതിൻ്റെ മാനർ എന്താണെന്ന് അങ്ങനെ പറയുക. യു എക്സ്പ്രസ് ദി ക്വാളിറ്റി ഓഫ് ആൻ ഒബ്ജക്റ്റ് വിത്തൗട്ട് എനി ഇൻക്രീസ്. ഒരു കൂട്ടലും ഇല്ല, ഒരു കുറയ്ക്കലും ഇല്ല. അതെങ്ങനെയാണോ അത് അങ്ങനെ തന്നെ പറയാം. ഡിമൈന്യൂഷൻ കുറയ്ക്കുക, ഡിക്രീസ് ഇല്ലാതെ അല്ലെങ്കിൽ ഇൻക്രീസ് ഇല്ലാതെ, കൂട്ടാതെയും കുറയ്ക്കാതെയും, ഒന്നിനോടും കമ്പയർ ചെയ്യാതെയും. നിങ്ങൾ ഒരു മുട്ടായി കഴിച്ചിട്ട് പറയുന്നു അതിന് മധുരമുണ്ട്, നിങ്ങളതിനെ ലഡുവായിട്ട് കമ്പയർ ചെയ്യുന്നില്ല, നിങ്ങളതിനെ ജിലേബിയായിട്ടോ അല്ലെങ്കിൽ രസഗുളയായിട്ടോ ഗുലാബ് ജാമുനായിട്ടോ ഒന്നിനോടും കമ്പയർ ചെയ്യുന്നില്ല. നിങ്ങളത് കമ്പയർ ചെയ്യാതെ നിങ്ങൾ പറയുന്നു ഇതിന് മധുരമുണ്ട്. ഇറ്റ്സ് അപ് ടു യു, അല്ലെങ്കിൽ കേൾക്കുന്നയാളുടെ തീരുമാനമാണ് അതിന് എത്രമാത്രം മധുരം ഉണ്ടെന്ന് തീരുമാനിക്കേണ്ടത്. നിങ്ങൾ പറഞ്ഞു മധുരം ഉണ്ട് എന്ന്, അല്ലേ? ഞാൻ പറയാ എൻ്റെ മൂക്കിന് നീളമുണ്ട് എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പറയാം മൂക്കിന് നീളമില്ല എന്ന് പറയാൻ കാരണം അത് നിങ്ങൾ നിങ്ങളുടേതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒരുപക്ഷെ എൻ്റെ മൂക്കിന് നീളമില്ല എന്ന് തോന്നുമായിരിക്കും. അൺലെസ് യു കമ്പയർ ഇറ്റ്, ഞാനത് കമ്പയർ ചെയ്യാത്തടത്തോളം കാലം 1 മീറ്ററേ ഉള്ളെങ്കിലും അല്ലെങ്കിൽ 1 സെൻറ്റിമീറ്ററേ ഉള്ളെങ്കിലും അത് നീളമാണ്, അല്ലേ? അതുകൊണ്ടാണ് പോസിറ്റീവ് ഡിഗ്രി ഇറ്റ് എക്സ്പ്രസ് ദി ക്വാളിറ്റി ഓഫ് ദി ഒബ്ജക്റ്റ് വിത്തൗട്ട് എനി ഇൻക്രീസ് ഓർ ഡിമൈന്യൂഷൻ. അതിൻ്റെ കുറവോ അതിൻ്റെ കൂടുതലോ ഒന്നും കമ്പയർ ചെയ്യാതെ അതെങ്ങനെയാണോ അങ്ങനെ തന്നെ പറയുന്നതിനെ നമ്മൾ പോസിറ്റീവ് ഡിഗ്രി എന്ന് പറയുന്നു. ക്ലെവർ, എക്സാമ്പിൾ, ഗ്രേറ്റ്, ടോൾ, ആക്റ്റീവ്. ലെറ്റ്സ് കം ടു ദ സെക്കൻഡ് വൺ, ദ കമ്പാരിറ്റീവ് ഡിഗ്രി. കമ്പാരിറ്റീവ് ഡിഗ്രി ഇപ്പം ഞാൻ പറഞ്ഞത് തന്നെയാണ്. നമ്മൾ ഏതെങ്കിലും മറ്റൊന്നുമായിട്ട് കമ്പയർ ചെയ്തിട്ട് യു ആക്ച്വലി കമ്പയർ ഇറ്റ് വിത്ത് സംതിങ് എൽസ് ആൻഡ് ദർ വിൽ ബി 2 ഫാക്ടേഴ്സ്. 2 കൂടുതൽ വരരുത്, 2 എണ്ണം എടുത്തു വെച്ചിട്ട് അതിനോട് നിങ്ങൾ കമ്പയർ ചെയ്യുന്നു. എന്നിട്ട് ഒന്നുകിൽ ആദ്യത്തേത് കുറവാണ് അല്ലെങ്കിൽ ആദ്യത്തേത് കൂടുതലാണെന്ന് പറയുന്നു. യു കമ്പയർ ആൻഡ് യു അണ്ടർസ്റ്റാൻഡ് ദ ഡിഫറൻസസ്. ദ പോസിറ്റീവുമായിട്ട് നിങ്ങൾ കമ്പയർ ചെയ്തിട്ട് പറയുന്നു. ആൻഡ് ദെൻ മോസ്റ്റ്ലി ഇവിടെ എന്ത് ചെയ്യാം, ER ചേർത്തിട്ട് നിങ്ങൾക്ക് അഡ്ജക്റ്റീവിനോ അഡ്വേർബിനോ ER ചേർത്താൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, കമ്പാരിറ്റീവ് ഡിഗ്രി കിട്ടും. ക്ലെവറർ, ഗ്രേറ്റർ, ടോളർ, എക്സെട്ര. പക്ഷെ ചില
അഡ്ജക്റ്റീവ്സിനും അഡ്വേർബിനും ഈ പറയുന്ന ER എടുക്കാറില്ല. അവർ കൂടുതലും വരുന്നത് മോർ അല്ലെങ്കിൽ മോസ്റ്റ് ചേർത്തിട്ടാണ്. ഓക്കെ, തേർഡ് വൺ സൂപ്പർലേറ്റീവ്. ഫസ്റ്റ് വൺ ഇസ് പോസിറ്റീവ്, അത് അങ്ങനെ തന്നെ പറയുക. കമ്പാരിറ്റീവ് സെക്കൻഡ് വൺ, അത് എന്തിനെവിടെയെങ്കിലും കമ്പയർ ചെയ്ത് പറയുക. സൂപ്പർലേറ്റീവ് അതിൻ്റെ അങ്ങേയറ്റം, ദി എക്സ്ട്രീം ഡിഗ്രി. ഇറ്റ് ക്യാൻ ബി ദി എക്സ്ട്രീം ഹയസ്റ്റ് ഓർ ദി എക്സ്ട്രീം ലോവസ്റ്റ്. യു സേ എവറസ്റ്റ് ഈസ് ദി ഹയസ്റ്റ് പീക്ക് ഇൻ ദ വേൾഡ്. ഇനി അതിൻ്റെ അപ്പുറത്തേക്ക് മറ്റൊന്നില്ല, ദി എക്സ്ട്രീം. ഓക്കെ, ദിസ് ഈസ് ദ ലോവസ്റ്റ് ഐ ക്യാൻ ഗോ. ഇതിന് താഴെ എനിക്ക് പോകാൻ പറ്റില്ല. സോ ഇറ്റ് ഈസ് ദ ലീസ്റ്റ് വൺ. ഇങ്ങനെ രണ്ട് എക്സ്ട്രീമിൽ ഇതിൻ്റെ അപ്പുറത്തേക്ക് മറ്റൊന്ന് നിങ്ങൾക്ക് കമ്പയർ ചെയ്യാൻ ഇല്ല എന്ന് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? സൂപ്പർലേറ്റീവ് ഡിഗ്രി ചേർക്കും. കമ്പാരിറ്റീവ് ഡിഗ്രി ഉണ്ടാക്കുന്നത് ER ചേർത്തിട്ടാണെങ്കിൽ സൂപ്പർലേറ്റീവ് മിക്ക കേസിലും EST ചേർത്തിട്ടുണ്ടാക്കും. And for all those adjectives or adverbs which you can't change it to ER or EST, you add more to comparative degree, most to superlative degree. ERും ESTയും ചേരാത്ത കുറേ അഡ്ജക്റ്റീവ്സും അഡ്വേർബ്സും ഉണ്ട്. അതിൻ്റെ കൂടെ നിങ്ങൾ മോറോ മോസ്റ്റോ ആണ് ചേർക്കുന്നത്. ബാക്കി എല്ലാത്തിൻ്റെയും കൂടെയും ERും ESTയും ചേർത്താൽ മതി. കമ്പാരിറ്റീവ് ഡിഗ്രി വരുമ്പോൾ എക്സാമ്പിൾസ് നിങ്ങൾ ഇനി പറയുമ്പോൾ നോക്കിയാൽ മതി. കമ്പാരിറ്റീവ് ഡിഗ്രിക്കകത്ത് നിങ്ങൾ ഈ പറയുന്ന അഡ്ജക്റ്റീവിൻ്റെയോ അഡ്വേർബിൻ്റെയോ ഒക്കെ കൂടെ ദാൻ ചേർക്കും. ഷീ ഈസ് ഗ്രേറ്റർ ദാൻ, ഓ ഹീ ഈസ് ടോളർ ദാൻ. അപ്പം ഈ കമ്പാരിറ്റീവ് ഡിഗ്രി ചെയ്യുന്ന അഡ്ജക്റ്റീവിൻ്റെയോ അഡ്വേർബിൻ്റെയോ തൊട്ടടുത്ത് എന്ത് വരും? THAN, ദാൻ വരും. വെൻ ഇറ്റ് കംസ് ടു സൂപ്പർലേറ്റീവ് ഇതിൻ്റെ ഇപ്പുറത്ത് ഒരു ദ ചേർക്കും. വെൻ യു സ്റ്റഡിഡ് ആർട്ടിക്കിൾസ് യു മൈറ്റ് ഹാവ് ഓൾറെഡി സ്റ്റഡിഡ് ദിസ്. എന്താ നമ്മൾ സൂപ്പർലേറ്റീവ് ഇത് അതിൻ്റെ അപ്പുറത്തൊന്നുമില്ല, ഇതാണത് യുണീക്ക് പീസ് ആണെന്ന് പറയുന്നിടത്തെല്ലാം നമ്മൾ ദ ചേർക്കാറുണ്ട്. സോ ദ ക്ലെവറസ്റ്റ്, ദ ഗ്രേറ്റസ്റ്റ്, ദ tallest. Let's see the examples and it will be easy. Identify the degree of the sentences. Let's see the first one. Rahul is taller than his cousin. ഇപ്പോൾ ഇവിടെ എത്ര പേരുണ്ട്? രാഹുലും ഉണ്ട്, കസിനും ഉണ്ട്, രണ്ട് പേരുണ്ട്. And then there is one ER for the degree and then there is a than. അപ്പോൾ ഉറപ്പിക്കാം it is comparative degree. രാഹുല് കസിനേക്കാളും നീളം കൂടുതലാണ്. രണ്ടുപേരെ ചേർത്തിട്ട് കമ്പയർ ചെയ്തിട്ട് പറഞ്ഞു. സോ ഇറ്റ് ഇസ് കമ്പാരിറ്റീവ് ഡിഗ്രി. എങ്ങനെയൊക്കെയാണ് കണ്ടുപിടിച്ചതെന്ന് മനസ്സിലായല്ലോ. ഒന്ന്, നിങ്ങൾക്ക് രണ്ട് ക്യാരക്ടേഴ്സ് ഉണ്ട്, രണ്ട് ഫാക്ടേഴ്സ് ഉണ്ട്, രണ്ട് ER ആണുള്ളത്, മൂന്ന് THAN വെച്ചിട്ടാണ് പറയുന്നത്. നോ അതർ സ്റ്റുഡൻറ് ഇൻ ദ ക്ലാസ് ഈസ് ആസ് ബ്രൈറ്റ് ആസ് ആകാശ്. ആകാശിൻ്റെ അത്രയും ആരും ബ്രൈറ്റ് അല്ല, അങ്ങനെ പറഞ്ഞു വരുന്നത് അല്ലേ. ഇവിടെ ബ്രൈറ്റർ ഇല്ല, ദാൻ ഇല്ല, അതിൻ്റെ ഫ്രണ്ടിൽ ഒരു ദായും ഇല്ല. സോ ഇറ്റ് ഈസ് ആക്ച്വലി ഇൻ പോസിറ്റീവ് ഡിഗ്രി. നോ അതർ സ്റ്റുഡൻറ് ഇൻ ദ ക്ലാസ് ഈസ് ആസ് ബ്രൈറ്റ് ആസ് ആകാശ്. യു ആർ യൂസിങ് ദി പോസിറ്റീവ് ഫോം ഓഫ് ദി അഡ്ജക്റ്റീവ് bright. You didn't use brighter, you didn't use brightest. Okay, so you say it in positive degree. Very few dancers are as graceful as Seema. സീമയുടെ അത്രയും ഡാൻസേഴ്സ് ഒന്നും നല്ല ഗ്രേസ്ഫുൾ ആയിട്ട് കളിക്കുന്നവർ കുറവാണ്, വളരെ കുറവാണ്. സോ സീമ is a graceful dancer. Now the adjective graceful, as graceful as. Yes, it is in positive degree. Thiruvananthapuram is one of the cleanest cities in India. Thiruvananthapuram is one of the cleanest cities in India. EST, cleanest, superlative. The cleanest cities in India. വൺ ഓഫ് ദി വരുന്നത് കൊണ്ടാണ് സിറ്റീസ് വരുന്നത്. വൺ ഓഫ് ദി സിറ്റീസ്, സിറ്റികളിൽ ഒന്നാണ്. സോ തിരുവനന്തപുരം ഇസ് വൺ ഓഫ് ദി ക്ലീനസ്റ്റ് സിറ്റീസ് ഇൻ ഇന്ത്യ. സൂപ്പർലേറ്റീവ് ഡിഗ്രി. ഹിസ് സൺ ഈസ് ബെറ്റർ ബിഹേവ്ഡ് ദാൻ ഹിസ് ഡോട്ടർ. അവൻ്റെ മകൻ അവൻ്റെ മകളെക്കാട്ടിലും നന്നായിട്ട് പെരുമാറാൻ അറിയാം. ബെറ്റർ, ഗുഡ്, ബെറ്റർ, ബെസ്റ്റ്. അപ്പോൾ ബെറ്റർ കമ്പയർ ചെയ്യുകയാണ്. ദർ ഇസ് വൺ മോർ ക്ലൂ ഹിയർ, ദാൻ, ആൻഡ് ദർ ഇസ് അനദർ ക്ലൂ, ഹിസ് സൺ ആൻഡ് ഹിസ് ഡോട്ടർ.
രണ്ട് ക്യാരക്ടേഴ്സ് ആണ്, മകനും മകളും. രണ്ടുപേരെയും കൂടെ കമ്പയർ ചെയ്തിട്ട് പറയുകയാണ് മകനാണ് മിടുക്കൻ, പെരുമാറാൻ നന്നായിട്ട് അറിയാം, അല്ലെങ്കിൽ ആൾക്കാരോട് ഇടപെടാൻ നന്നായിട്ട് അറിയാം. സോ യു കമ്പയർ ഇറ്റ് ആൻഡ് യു സെഡ് ദാറ്റ്. സോ ഇറ്റ് ഇസ് കമ്പാരിറ്റീവ് ഡിഗ്രി. എനിക്ക് നിങ്ങൾക്ക് ആ ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ലെറ്റ്സ് ഡു സം എക്സസൈസസ്. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. ലൈറ്റ് ട്രാവൽസ് ഡാഷ് ദാൻ സൗണ്ട്. ശബ്ദത്തിനെക്കാട്ടിലും ലൈറ്റ് വേഗത്തിൽ സഞ്ചരിക്കുന്നു അല്ലേ? Now over here there are two characters or two factors, light and sound, and then you have to compare. Comparative degree തന്നെ ഉപയോഗിക്കുന്നതിന് അടുത്ത ക്ലൂ ആണെന്ത്? than ഉണ്ട്. So it is in comparative degree faster than sound. Light travels faster than sound. See the second one. He is the dash teacher even though he has the dash experience. So നിങ്ങൾക്ക് ക്ലൂ വന്നു കഴിഞ്ഞു ഓൾറെഡി. ഒരാളുടെ കാര്യം മാത്രമേ പറയുന്നുള്ളൂ, പക്ഷെ പറയുമ്പോൾ എല്ലാം അവിടെ ദ വന്നിട്ടുണ്ട്. സോ ഇറ്റ് ഇസ് ഇൻ സൂപ്പർലേറ്റീവ് ഡിഗ്രി. ഹി ഈസ് ദി നല്ല ടീച്ചറാണ്, ബെസ്റ്റ് ടീച്ചർ. ഈവൻ ദോ ഹി ഹാസ് ദി എക്സ്പീരിയൻസ് വളരെ കുറവാണ്, ലീസ്റ്റ് എക്സ്പീരിയൻസ്. എക്സ്പീരിയൻസ് ഒത്തിരി കുറവാണെങ്കിൽ പോലും അദ്ദേഹമാണ് ഏറ്റവും നല്ല മിടുക്കനായ അധ്യാപകൻ. രണ്ടും അതിന്റെ സൂപ്പർലേറ്റീവ് ആണ്. ക്ലൂ കണ്ടുപിടിച്ചായിരുന്നു, ദ വന്നിട്ടുണ്ട്. ഓക്കെ, അഡ്ജക്റ്റീവിന്റെ മുമ്പിൽ ദ വരുന്നുണ്ടെങ്കിൽ ഇറ്റ് ഇസ് സൂപ്പർലേറ്റീവ് ഡിഗ്രി. അഡ്ജക്റ്റീവിന് ശേഷം ദാൻ വരുന്നുണ്ടെങ്കിൽ ഇറ്റ് ഇസ് കമ്പാരിറ്റീവ് ഡിഗ്രി. അഡ്ജക്റ്റീവിന്റെ അപ്പുറം ഇപ്പുറം ആസ് വരുന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ഇൻ പോസിറ്റീവ് ഡിഗ്രി. ദ നൈഫ് ഈസ് ഷാർപ്പ്, ദാറ്റ് വൺ ഈസ് ഡാഷ്. ഇവിടെ ദാനും ഇല്ല, ദായും ഇല്ല. സോ നമ്മൾ എന്ത് ചെയ്യുക? ഈ കത്തി മൂർച്ചയുള്ളതാണ്, ആ കത്തി കമ്പയർ ചെയ്തിട്ട് പറയല്ലേ, ഈ കത്തി മൂർച്ചയുള്ളതാണ്, ആ കത്തി ഇതിലും മൂർച്ചയേറിയതാണ്, അല്ലെങ്കിൽ ഇതിലും മൂർച്ച കുറവാണ്, എന്തെല്ലാം വരുന്നത്. സോ ദാറ്റ് വൺ ഈസ് ഷാർപ്പ്. ദിസ് നൈഫ് ഈസ് ഷാർപ്പ്, ദാറ്റ് വൺ ഈസ് ഷാർപ്പ്. കമ്പാരിറ്റീവ് ഡിഗ്രി, യു ആർ കമ്പയറിംഗ് ഇറ്റ്. സോ യു ഹാവ് ടു ക്യാരക്ടേഴ്സ് ഓവർ ഹിയർ ആൻഡ് ദെൻ യു ആർ കമ്പയറിംഗ് ഇറ്റ്. He is the dash man in our village. The. So it is in superlative degree. There's only one character, he. And then there's the whole village. And then you are telling that he is the tallest man in our village. Superlative degree. Prevention is dash than cure. Prevention is രണ്ട് character ആണ്. Prevention, cure. And then there is a than. So it is in comparative degree. Prevention is better than cure. Let's learn this transformation. നിങ്ങളോട് ഇത് മാത്രം ആയിരിക്കത്തില്ല ചോദിക്കുന്നത്, ഐഡന്റിഫൈ ചെയ്യാനും ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ചെയ്യാനും മാത്രമല്ല ചോദിക്കുന്നത്. യു മേ ഹാവ് ടു ട്രാൻസ്ഫോം ഫ്രം വൺ ഫോം ടു അനദർ. ലെറ്റ്സ് സീ ദ എക്സാമ്പിൾ. Elephant. The elephant is the strongest animal on land. That is in superlative degree because you know it is est and there is ദ. അപ്പോൾ ദായും ഉണ്ട് ഇ എസ് ടി ഉണ്ടെങ്കിൽ അഡ്ജക്റ്റീവിന്റെ കൂടെ ദ ഇ എസ് ടി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പിക്കുക അതെന്താണ്? സൂപ്പർലേറ്റീവ് ഡിഗ്രി ആണ്. ദ എലിഫന്റ് ഈസ് ദ സ്ട്രോങ്ങസ്റ്റ് ആനിമൽ ഓൺ ലാൻഡ്. നോ വി ഹാവ് ടു മേക്ക് ഇറ്റ് ഇൻ ടു കമ്പാരിറ്റീവ് ഡിഗ്രി. കമ്പയർ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? രണ്ട് ക്യാരക്ടേഴ്സ് വേണമെന്ന് നമുക്കറിയാം. സോ ഇവിടെ ഒരു ക്യാരക്ടർ നമുക്ക് ഓൾറെഡി ഉണ്ട്, ദ എലിഫന്റ്. പിന്നുള്ള ക്യാരക്ടർ എന്ന് പറയുന്നത് എന്താ നമ്മൾ പറഞ്ഞത്? ഭൂമിയിലുള്ള എല്ലാ മൃഗങ്ങളിലും എലിഫന്റിനാണ് ശക്തി കൂടുതൽ എന്ന് പറഞ്ഞു. ഓക്കെ, ബലമുള്ള മൃഗം എലിഫന്റ് ആണ്, ആനയാണെന്നാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. ഇത് യു ഹാവ് ടു കമ്പയർ ഇറ്റ്. നമുക്ക് രണ്ടുപേരെ വെച്ച് കമ്പയർ ചെയ്യണം. എലിഫന്റും എടുക്കാം, ബാക്കി ആനിമൽസും എടുക്കാം. സോ യു ക്യാൻ സേ ദ എലിഫന്റ് ഈസ് സ്ട്രോങ്ങർ ദാൻ ഓൾ അതർ ആനിമൽസ് ഓൺ ലാൻഡ്. കിട്ടിയോ? ദ എലിഫന്റ് ഈസ് സ്ട്രോങ്ങർ ദാൻ, ബാക്കി എല്ലാ ആനിമൽസിനെക്കാട്ടിലും ബലം കൂടുതലാണ്, അല്ലെങ്കിൽ ശക്തി കൂടുതലാണ്, ബലമേറിയതാണ്, ഓൾ അതർ ആനിമൽസ് ഓൺ ലാൻഡ്. ഇവിടെ ഒത്തിരി ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുള്ളൂ. ഈ സ്ട്രോങ്ങർ ദാൻ ഓൾ വന്നു കഴിഞ്ഞാൽ ആനിമൽസ് വരും. യു ക്യാൻ ഓൾസോ സേ ഇറ്റ് ഇൻ അനദർ വേ. ദ എലിഫന്റ് ഈസ് സ്ട്രോങ്ങർ ദാൻ എനി അതർ ആനിമൽ ഓൺ ലാൻഡ്. സോ ഓൾ അതർ വന്നു കഴിഞ്ഞാൽ പിന്നെ ആനിമൽസ് വരും. എനി അതർ വന്നു കഴിഞ്ഞാൽ സിംഗുലർ ഫോം ആണ്, ആനിമൽ വരും. രണ്ടും കമ്പാരിറ്റീവ് ആണ്. ദ എലിഫന്റ് ഈസ് സ്ട്രോങ്ങർ ദാൻ ഓൾ അതർ ആനിമൽസ് ഓൺ ലാൻഡ്. ദ എലിഫന്റ് ഈസ് സ്ട്രോങ്ങർ ദാൻ എനി അതർ ആനിമൽ ഓൺ ലാൻഡ്. നൗ യു ഹാവ് ടു മേക്ക് ഇറ്റ് ഇൻ ടു പോസിറ്റീവ് ഡിഗ്രി. സോ ദ സ്ട്രോങ്ങസ്റ്റ് ആനിമൽ ഈസ് സ്ട്രോങ്ങർ ദാൻ
പിന്നെ പോസിറ്റീവ് ഡിഗ്രിയിൽ എന്താ വരിക? ആസ് സ്ട്രോങ് ആസ്. നോ അതർ ആനിമൽ ഈസ് ആസ് സ്ട്രോങ് ആസ് ദ എലിഫന്റ് ഓൺ ലാൻഡ്. ഭൂമിയിലെ എലിഫന്റിന്റെ അത്രയും സ്ട്രോങ് ആയിട്ട് മറ്റൊരു ജീവിയും ഇല്ല. സോ യു ചേഞ്ച് ഇറ്റ് ഇൻ ടു ആസ് സ്ട്രോങ് ആസ്. ദാറ്റ് ഈസ് ദ പോസിറ്റീവ് ഡിഗ്രി. ക്ലിയർ? ലെറ്റ്സ് സീ അനദർ എക്സാമ്പിൾ. നിങ്ങൾ ഈ സെന്റൻസുകൾ എഴുതി വെച്ചിട്ട് പഠിക്കാമെങ്കിൽ കുറച്ച് എളുപ്പമായിരിക്കും. കോവളം ഈസ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ബീച്ച് ഐ ഹാവ് സീൻ. ഞാൻ കണ്ടിട്ടുള്ളതിൽ ഏറ്റവും സുന്ദരമായ ബീച്ചാണ് ഏത്? കോവളം ബീച്ച്. നൗ ദാറ്റ്സ് എ സൂപ്പർലേറ്റീവ് ഡിഗ്രി. ഈസ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ. ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ. ഇനി എങ്ങനെയാ ഇതിനെ നമുക്ക് കമ്പാരിറ്റീവ് ആക്കേണ്ടത്? മോസ്റ്റ് എന്താകും? മോർ ആകും. മോർ ബ്യൂട്ടിഫുൾ എന്നാകും. മോർ ബ്യൂട്ടിഫുൾ ദാൻ ആകും. ഓക്കെ, ലെറ്റ്സ് സേ കോവളം ഈസ് മോർ ബ്യൂട്ടിഫുൾ ദാൻ ഓൾ അതർ ബീച്ചസ് ഐ ഹാവ് സീൻ. ഞാൻ കണ്ടിട്ടുള്ള എല്ലാ ബീച്ചുകളിലും വെച്ച് കമ്പയർ ചെയ്തിട്ട് കോവളത്തിനാണ് ഭംഗി കൂടുതൽ. കോവളം is more beautiful than all other beaches I have seen. Same way you can say in this sentence, any other. Kovalam is more beautiful than any other beach I have seen. രണ്ടും കമ്പയർ ചെയ്യാണ്. more beautiful than. Now പോസിറ്റീവ് ആക്കണമെങ്കിൽ ഈ മോസ്റ്റ് ബ്യൂട്ടിഫുൾ മോർ ബ്യൂട്ടിഫുൾ എന്താകും? ആസ് ബ്യൂട്ടിഫുൾ ആസ്. നോ അതർ ബീച്ച് സിംഗുലർ ആണ്, is as beautiful as Kovalam. No other beach I have seen is as beautiful as Kovalam. So പോസിറ്റീവ് ആക്കുമ്പോൾ ഈ ഇപ്പുറത്ത് കിടക്കുന്ന ഫാക്ടറിനെയാണ് നമ്മൾ ആദ്യം പറയുന്നത്. നോ അതർ ബീച്ച്. ഇതുവരെ നമ്മൾ ബീച്ചിനെ രണ്ടാമത് പറഞ്ഞിരുന്നെങ്കിൽ ഇപ്പോൾ ബീച്ചിനെ ആദ്യമാക്കി. നോ അതർ ബീച്ച് ഐ ഹാവ് സീൻ ഈസ് ആസ് ബ്യൂട്ടിഫുൾ ആസ് കോവളം. ഇവിടെ എല്ലാം നമ്മൾ ഇതിന്റെ എക്സ്ട്രീം കേസസ് ആ പറഞ്ഞത്. എലിഫന്റ് ഇസ് ദ സ്ട്രോങ്ങസ്റ്റ് ആനിമൽ ഓൺ ദ ലാൻഡ്. എലിഫന്റിന്റെ അപ്പുറത്തേക്ക് മറ്റൊന്നില്ല. കോവളം ഇസ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ബീച്ച് ഐ ഹാവ് സീൻ. കോവളത്തിന്റെ അപ്പുറത്ത് മറ്റൊന്നില്ല. അങ്ങനെയുള്ള എക്സ്ട്രീം കേസസിനെ നമുക്ക് സൂപ്പർലേറ്റീവ് കിട്ടിയപ്പോഴാണ് നമ്മൾ ഇങ്ങനെ കമ്പാരിറ്റീവും പോസിറ്റീവും ആക്കിയത്. ലെറ്റ്സ് സീ വൺ മോർ. ദ ഇൻഡസ് വാലി സിവിലൈസേഷൻ ഈസ് വൺ ഓഫ് ദി ഓൾഡസ്റ്റ് ഇൻ ദ വേൾഡ്. ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന പല സിവിലൈസേഷനുകളിൽ, പല സംസ്കാരങ്ങളിൽ ഒന്നാണ് ഇൻഡസ് വാലി സിവിലൈസേഷൻ. വൺ ഓഫ് ദി ഓൾഡസ്റ്റ് ഇൻ ദ വേൾഡ്. അപ്പൊ ഇൻഡസ് വാലി സിവിലൈസേഷന്റെ അത്രയും തന്നെ പഴക്കം ചെന്ന മറ്റൊന്നോ രണ്ടോ കൂടി കാണും. ഓക്കെ, ഇവിടെ ഇൻഡസ് വാലി സിവിലൈസേഷൻ അല്ല ദ ഓൾഡസ്റ്റ് വൺ, ബട്ട് ഇറ്റ് ഈസ് വൺ ഓഫ് ദി ഓൾഡസ്റ്റ് വൺ. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? വെരി ഫ്യൂ സിവിലൈസേഷൻസ് ഇൻ ദ വേൾഡ് ആർ ഓൾഡർ ദാൻ ദ ഇൻഡസ് വാലി സിവിലൈസേഷൻ. വളരെ കുറച്ച് സിവിലൈസേഷൻസുമായിട്ട് കമ്പയർ ചെയ്യുക. വെരി ഫ്യൂ സിവിലൈസേഷൻ ഇൻ ദ വേൾഡ് ആർ സിവിലൈസേഷൻസ് ഇൻ ദ വേൾഡ് ആർ ഓൾഡർ ദാൻ ദ ഇൻഡസ് വാലി സിവിലൈസേഷൻ. അല്ലെങ്കിൽ ഇൻഡസ് വാലി വെച്ച് തന്നെ തുടങ്ങണമെങ്കിൽ ദ ഇൻഡസ് വാലി സിവിലൈസേഷൻ ഈസ് ഓൾഡർ ദാൻ മോസ്റ്റ് അതർ സിവിലൈസേഷൻസ് ഇൻ ദ വേൾഡ്. ബാക്കിയുള്ള എല്ലാ സിവിലൈസേഷനുകളെക്കാളും ഇൻഡസ് വാലി സിവിലൈസേഷൻ ആണ് പ്രായം കൂടിയത്. ഓക്കെ, ഒന്നെങ്കിൽ വെരി ഫ്യൂ സിവിലൈസേഷൻസ് ആർ ഓൾഡർ ദാൻ ദ ഇൻഡസ് വാലി സിവിലൈസേഷൻ, അല്ലെങ്കിൽ ദ ഇൻഡസ് വാലി സിവിലൈസേഷൻ ഈസ് ഓൾഡർ ദാൻ മോസ്റ്റ് അതർ സിവിലൈസേഷൻസ് ഇൻ ദ വേൾഡ്. പോസിറ്റീവ്. Very few civilizations in the world are as old as Indus Valley civilization. Okay, let's move on to the another set of questions. ഇത് നിങ്ങൾക്ക് കുറച്ചും കൂടി കമ്പയർ ചെയ്യാനും പഠിക്കാനൊക്കെ എളുപ്പമായിരിക്കും. ഈ പറഞ്ഞു വെച്ച നമ്മൾ ആ 3 എക്സാമ്പിൾസ് നിങ്ങൾ എഴുതി വെച്ച് 2-3 ആവർത്തി പഠിച്ചതിന് ശേഷം നിങ്ങളുടെ ടെക്സ്റ്റിലുള്ള എക്സാമ്പിൾസ് ചെയ്ത് നോക്കുക. സോ ദാറ്റ് വിൽ ബിക്കം ഈസിയർ ഫോർ യു. ഇതേ മോഡലിൽ ചെയ്താൽ മതി. If you have any doubt, get back to me. Gopal is the cleverest boy in the class. ഇത് ഏത് ഡിഗ്രിയാ? സൂപ്പർലേറ്റീവ് ഡിഗ്രി, because it's the cleverest boy. Now, elephant is the strongest animal എന്ന് പറഞ്ഞതുപോലെ തന്നെയല്ലേ വരുന്നത്. Now let's say cleverer എന്നാക്കാം അല്ലേ? cleverer than all other boys. Gopal is cleverer than all other boys in the class. അല്ലെങ്കിൽ Gopal is cleverer than any other boy in the class. പോസിറ്റീവ് ആക്കുമ്പോഴോ as clever as. No other boy is as clever as Gopal. No other boy in the class is as clever as Gopal. Positive degree. Clear?
Very few men are as industrious as Rakesh. Very few men are as industrious as Rakesh. ഇവിടെ ഏത് ടെൻസിലാണ് വന്നിരിക്കുന്നത്? പോസിറ്റീവ് ഡിഗ്രിയിലാണ് വന്നിരിക്കുന്നത്. ആസ് ഇൻഡസ്ട്രിയസ് ആസ് രാകേഷ് അല്ലേ? അപ്പോൾ രാകേഷ് ഈസ് മോർ ഇൻഡസ്ട്രിയസ് ദാൻ most other men. Rakesh is more industrious than most other men. ഇൻഡസ് വാലി സിവിലൈസേഷൻ പറഞ്ഞതുപോലെ തന്നെയായി വരുന്നത്. അല്ലെങ്കിൽ വെരി ഫ്യൂ മെൻ ആർ മോർ ഇൻഡസ്ട്രിയസ് ദാൻ രാകേഷ്. രാകേഷിനേക്കാളും ഇൻഡസ്ട്രിയസ് ആയിട്ടുള്ളവർ കുറവാണ്. വെരി ഫ്യൂ മെൻ ആർ മോർ ഇൻഡസ്ട്രിയസ് ദാൻ രാകേഷ്. ഇനി ഏത് വരും? സൂപ്പർലേറ്റീവ് ഡിഗ്രി. രാകേഷ് ഈസ് വൺ ഓഫ് ദി മോസ്റ്റ് ഇൻഡസ്ട്രിയസ് men. Rakesh is one of the most industrious men. Mangoes are sweeter than bananas. Mangoes are sweeter than bananas. The comparative degree, you have to make it into superlative degree or positive degree. Mangoes are the sweetest. മാംഗോസിൻ്റെ അപ്പുറത്തേക്ക് സ്വീറ്റസ്റ്റ് ആയിട്ട് ഒന്നും ഇല്ല എന്ന് നമ്മൾ പറയുന്നു. സോ ഇറ്റ് ബിക്കംസ് ദി സൂപ്പർലേറ്റീവ് ഡിഗ്രി. Bananas are not as sweet as mangoes. Positive degree. Thank you.